നമസ്കാരം. ദീർഘകാലമായി അകന്നു കഴിഞ്ഞിരുന്ന ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെയും ഭാര്യ പായൽ നാഥിന്റെയും വിവാഹമോചന ഹർജി സുപ്രീം കോടതി അംഗീകരിച്ചു. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ദീർഘകാലത്തെ ദാമ്പത്യ തർക്കങ്ങൾ മധ്യസ്ഥ ചർച്ചകളിലൂടെ പൂർണ്ണമായി പരിഹരിച്ചതായി കോടതി അറിയിച്ചതിനെ തുടർന്നാണ് ഈ സുപ്രധാന വിധി. ജസ്റ്റിസുമാരായ PS നരസിംഹ, അലോക് അരാധെ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി തീർപ്പാക്കിയത്. ഒമർ അബ്ദുള്ളയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഇരുവരും പരസ്പര സമ്മതത്തോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ചതായി കോടതി അറിയിച്ചു. ഇരുവരും സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പായിട്ടുണ്ട്. കോടതി വിവാഹമോചനം അനുവദിക്കാവുന്നതാണ്. നിലവിലുള്ള മറ്റ് കേസുകളെല്ലാം പിൻവലിക്കുകയും ചെയ്യുമെന്നും കപിൽ സിബൽ വ്യക്തമാക്കി. വാദങ്ങൾ അംഗീകരിച്ച ബെഞ്ച് ഇരുപക്ഷത്തിന്റെയും ധാരണ പ്രകാരം ഹർജി തീർപ്പാക്കിയാണെന്ന് നിരീക്ഷിച്ചു. പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനത്തിനായി ഭരണഘടനയുടെ 142 അനുച്ഛേദം പ്രകാരമുള്ള സംയുക്ത അപേക്ഷയാണ് ഇരുവരും ജൂലൈ 22 സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. കേസിലെ സങ്കീർണതകൾ ഒഴിവാക്കാനും പൂർണ്ണമായ നീതി ഉറപ്പാക്കാനും സുപ്രീം കോടതിക്ക് പ്രത്യേക അധികാരം നൽകുന്നതാണ് ഈ വകുപ്പ്. ബന്ധം പൂർണ്ണമായി തകർന്നു കഴിഞ്ഞ കേസുകളിൽ വേഗത്തിൽ തീർപ്പുണ്ടാക്കാൻ കോടതി മുൻപും ഈ അധികാരം വിനിയോഗിച്ചിട്ടുണ്ട്. 1994 സെപ്റ്റംബറിലായിരുന്നു ഒമർ അബ്ദുള്ളയുടെയും പായൽ അബ്ദുള്ളയുടെയും വിവാഹം. മുൻ ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ളയുടെ മകനായ ഒമർ അബ്ദുള്ളയും സൈനിക ഉദ്യോഗസ്ഥനായ മേജർ ജനറൽ രാംനാഥിന്റെ മകൾ പായൽ നാഥും തമ്മിലുള്ള പ്രണയവിവാഹമായിരുന്നു അത്. ഡൽഹിയിലെ പ്രശസ്തമായ ഓബ്രോയ് ഹോട്ടലിൽ ഒമർ അബ്ദുള്ള മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുമ്പോൾ അവിടെ ജീവനക്കാരിയായ പായലുമായി പരിചയപ്പെടുകയും ഈ ബന്ധം പിന്നീട് പ്രണയമായി തുടരുകയും പിന്നീട് വിവാഹത്തിലെത്തുകയുമായിരുന്നു. സഹീർ, സമീർ എന്നിങ്ങനെ 2 ആൺമക്കളാണ് ദമ്പതികൾക്കുള്ളത്. എന്നാൽ 17 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം 2009 മുതൽ ഇരുവരും വേർപിരിഞ്ഞാണ് താമസിച്ചിരുന്നത്. ഒമറുമായിട്ടുള്ള വേർപിരിയലിന് ശേഷം മക്കളായ സഹീറും സമീറും പായലിനൊപ്പമാണ് കഴിയുന്നത്. നിലവിൽ ഡൽഹി കേന്ദ്രീകരിച്ച് സ്വന്തം ട്രാൻസ്പോർട്ട് ബിസിനസ് നടത്തുകയാണ് പായൽനാഥ്. 2011 പായലുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതായി ഒമർ അബ്ദുള്ള പ്രഖ്യാപിക്കുന്നത്. വിവാഹമോചനം ആവശ്യപ്പെട്ട് ഒമർ അബ്ദുള്ള നേരത്തെ കുടുംബ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും 2016 ഓഗസ്റ്റ് 30 ആ ഹർജി തള്ളിയിരുന്നു. ഭാര്യയിൽ നിന്നുള്ള മാനസിക പീഡനവും ഉപേക്ഷിച്ചു പോയെന്നുമുള്ള വാദങ്ങൾ തെളിയിക്കുന്നതിൽ ഒമർ പരാജയപ്പെട്ടെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. തുടർന്ന് കുടുംബ കോടതി ഉത്തരവിനെതിരെ ഒമർ അബ്ദുള്ള സമർപ്പിച്ച അപ്പീൽ ഡൽഹി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു. പായൽ അബ്ദുള്ളയുടെ ക്രൂരതകളെക്കുറിച്ച് ഒമർ അബ്ദുള്ള നടത്തിയ വാദങ്ങൾ തെളിയിക്കാനായില്ലെന്ന കുടുംബ കോടതിയുടെ ഉത്തരവ് ഡൽഹി ഹൈക്കോടതിയും ശരിവെച്ചു. വേർപിരിഞ്ഞ് താമസിക്കുന്ന ഭാര്യ പായൽ ക്രൂരത കാട്ടിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒമർ അബ്ദുള്ള വിവാഹമോചന ഹർജി സമർപ്പിച്ചത്. ക്രൂരത, വേർപിരിഞ്ഞ് താമസിക്കൽ തുടങ്ങിയവയാണ് വിവാഹമോചനത്തിനുള്ള കാരണങ്ങളായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ശാരീരികമോ മാനസികമായ ക്രൂരത എന്ന് വിളിക്കാവുന്ന ഒരു പ്രവൃത്തിയും തെളിയിക്കാൻ ഒമർ അബ്ദുള്ളയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നും അന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. തന്റെ ദാമ്പത്യബന്ധം തകർന്നുവെന്നും 2007 മുതൽ താൻ ദാമ്പത്യബന്ധം ആസ്വദിച്ചിട്ടില്ലെന്നും ഒമർ അബ്ദുള്ള കോടതിയിൽ അവകാശപ്പെട്ടിരുന്നു. പായലിനെതിരെയുള്ള ആരോപണങ്ങൾ അവ്യക്തമാണെന്നും ഭാര്യയുടെ ഭാഗത്തു നിന്നുള്ള ക്രൂരതകൾ തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് സഞ്ജീവ് സച്ദേവ, ജസ്റ്റിസ് വികാസ് മഹാജൻ എന്നിവരടങ്ങിയ ബെഞ്ച് അന്ന് ഹർജി നിരസിച്ചത്. ദാമ്പത്യം വീണ്ടെടുക്കാനാകാത്ത വിധം തകർന്നുവെന്ന് സമർത്ഥിക്കാൻ ഒമറിന് കഴിഞ്ഞില്ലെന്ന് കോടതി വിലയിരുത്തിയിരുന്നു. ഇതോടൊപ്പം പായലിന് പ്രതിമാസം 1.5 ലക്ഷം രൂപയും മക്കളുടെ വിദ്യാഭ്യാസത്തിനായി 60,000 രൂപയും ജീവനാംശമായി നൽകാനും ഹൈക്കോടതി മുൻപ് ഉത്തരവിട്ടിരുന്നു. ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് ഒമർ അബ്ദുള്ള നൽകിയ ഹർജിയിൽ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഇരുവരും ചർച്ച നടത്തി പ്രശ്നങ്ങൾ സൗഹൃദപരമായി പരിഹരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന മധ്യസ്ഥ ചർച്ചകളിലാണ് ഒടുവിൽ വിവാഹമോചന കാര്യത്തിൽ അന്തിമ തീരുമാനമായത്. പരസ്പരം ഫയൽ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കാൻ ഇരു വിഭാഗവും സമ്മതിച്ചതോടെ വർഷങ്ങൾ നീണ്ട നിയമ നടപടികൾക്കാണ് ഔദ്യോഗികമായി അവസാനമായിരിക്കുന്നത്.